ആദ്യം ഒരു വെള്ള ഫ്ലവർ എടുത്ത് അത് കമ്പിൽ ചുറ്റിയിട്ട് അതിൻ്റെ കൂടെ ഇതിൽ നിന്ന് ചെറിയൊരു നമ്മുടെ ഇതിലെ കുറച്ച് പച്ച ഫ്ലവർ ലീഫ് ഞാൻ കട്ട് ചെയ്ത് ഇതിനകത്തോട്ട് കയറ്റി അതിൻ്റെ ലീഫിൻ്റെ ഇടയിൽ കൂടെ കമ്പി കയറ്റണം. ഇല്ലെങ്കിൽ നമ്മൾ കൈ എടുക്കുമ്പോഴത്തേക്ക് അധികം ഒടി വരും. അത് വരാതിരിക്കാൻ ലീഫിൻ്റെ ഇടയിൽ കൂടെ കമ്പി കയറ്റി ഒന്ന് ചുറ്റി കഴിഞ്ഞിട്ട് ഒരു ചെറിയ ലീഫും കൂടെ വെക്കാം. വീണ്ടും ആ ലീഫിൻ്റെ ഇടയിൽ കൂടെ കമ്പി കയറ്റിയിട്ട് ഒന്ന് ചുറ്റിയിട്ട് പുറത്തുകൂടെ ഒരു ചുറ്റുകൂടെ കൊടുക്കണം. കൊടുത്തതിന് ശേഷം ഒരു ഫ്ലവറും കൂടെ സെറ്റ് ചെയ്യണം. ആ ഫ്ലവർ കമ്പിയും കൂടെ ചേർത്ത് ഇങ്ങനെ കുറച്ച് ചുറ്റണം. അപ്പം കമ്പിക്ക് നല്ലൊരു ബലം കിട്ടും കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ച ലീഫ് ഉണ്ടല്ലോ, അത് എടുത്തിട്ട് വീണ്ടും ലീഫിന്റെ ഇടയിൽ കൂടെ തന്നെ വിടണം. ആ പച്ച ലീഫിന്റെ ഇടയിൽ കൂടെ ചുറ്റി ഒന്നുകൂടി ചുറ്റിയതിന് ശേഷം വീണ്ടും ഒരു വൈറ്റ് ഫ്ലവർ വെക്കാം. വൈറ്റ് ഫ്ലവർ ഇച്ചിരി കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ. കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെച്ചതിന് ശേഷം വീണ്ടും അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഒരു ഗ്രീൻ, ആ ഗ്രീൻ വെച്ചിട്ട് ആ ഗ്രീനിന്റെ ലീഫിന്റെ ഇടയിൽ കൂടെ വീണ്ടും നമ്മൾ റൗണ്ട് ചെയ്യും. റൗണ്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ കമ്പി ഒന്ന് മുറുക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് ലൂസായി ഫ്ലവർ ഊരി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലോണം ടൈറ്റ് ചെയ്യണം. വീണ്ടും ഒന്നുകൂടി ചുറ്റണം. ചുറ്റിയിട്ട് വീണ്ടും ഒരു വൈറ്റ് ഫ്ലവർ വെക്കണം. വൈറ്റ് ഫ്ലവർ വെച്ച് നല്ല ടൈറ്റ് ചെയ്ത് ഒന്ന് ചുറ്റണം. വീണ്ടും നമ്മുടെ പച്ച ലീഫ് ഉണ്ടല്ലോ, ഒരു ഇത് എന്തി വെക്കാം. വീണ്ടും കമ്പി ആ ലീഫിന്റെ ഇടയിൽ കൂടെ കയറ്റി ഇപ്പുറത്തോടെ എടുത്ത് അത് പോകാതിരിക്കാൻ മുറുക്കി ഒന്നുകൂടെ ചുറ്റിയിട്ട് ഇതെല്ലാം കറക്റ്റ് ചെയ്യണം. ഒരു ബഞ്ചായിട്ട് കിട്ടത്തക്ക രീതിയിൽ കണ്ട കറക്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും വൈറ്റ് ഫ്ലവർ എടുക്കാം. വൈറ്റ് ഫ്ലവർ എടുത്തിട്ട് നമ്മുടെ ഒരു ഗ്രീൻ ലീഫ് അടിയിലോട്ട് ആയിപ്പോയി കേട്ടോ. അതൊന്ന് പുറത്തോട്ട് കൊണ്ടുവരണം. രണ്ട് സൈഡിൽ ഇങ്ങനെ വിടാതിരിക്കണം കേട്ടോ. കണ്ട ഈ വൈറ്റ് ഫ്ലവറിനെ കവർ ചെയ്ത് അപ്പുറവും ഇപ്പുറവും പച്ച ലീഫ് ഒരു തക്ക രീതിയിൽ. എന്നിട്ട് ഒരു ഫ്ലവറും കൂടെ വെച്ചതിന് ശേഷം അടുത്ത ലീഫ് വെക്കണം. ലീഫിൻ്റെ ഇടയിൽ കൂടെ വീണ്ടും ചുറ്റണം. ചുറ്റിയതിന് ശേഷം ഒരു വൈറ്റ് ഫ്ലവർ വെക്കണം. എനിക്ക് ഇപ്പോൾ തോന്നുന്നു ഉദ്ദേശം നമുക്കൊരു ഹെയറിൽ ബാക്കിൽ സെറ്റ് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള ഇതായിരുന്ന ഒരു ഐഡിയ വേണം. അതിനുശേഷം നമ്മളിവിടെ സ്റ്റാർട്ടിങ് ഗ്രീൻ കൊടുത്തല്ലേ സ്റ്റാർട്ട് ചെയ്ത്, എന്തെങ്കിലും ഗ്രീൻ കൊടുത്ത് തന്നെ നിർത്താനാണ് ഞാൻ കരുതുന്നത്. അപ്പം ഇനി ലീഫ് ഇങ്ങനെ വെക്കത്തില്ല, നേരെ ഓപ്പോസിറ്റ് അടത്തോട്ട്. ഇനി കട്ടി അത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഫ്ലവറിന്റെ കുറച്ച് കമ്പി ഉണ്ടോ, ഇത് അധികം ഉണ്ട്. ഇത് നമ്മൾ വളച്ച് കട്ട് ചെയ്യണ്ട. ഒരു ബലം കിട്ടാൻ ഇത് നല്ലതാണ്. കട്ട് ചെയ്യാതെ ഇത് തന്നെ ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതിനോട് ചേർത്തിട്ട് ഈ ബാക്ക് ഭാഗത്ത് കുറച്ച് കമ്പി വിളിക്കാനുണ്ടോ, ഈ ഭാഗത്ത് നമ്മൾ ഗം ഒട്ടിച്ച് കൊടുക്കണം. ഈ ഫ്ലവർ സെറ്റിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഇനി ഇതുപോലുള്ള ഫ്ലവർ സെറ്റിംഗ് വരുമ്പോൾ ഞാൻ വീഡിയോ ചെയ്തിട്ടേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.